back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ജിലേബിയാണ്. നമ്മുടെ വീടുകളിൽ അത്ര കോമൺ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് അല്ല ജിലേബി. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് എന്ന് കരുതിയിട്ടാവും മിക്കവരും ഇത് ഉണ്ടാക്കാതിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ റെസിപ്പി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഒരുപാട് പ്രെപ്പ് ടൈം ഒന്നും ഇതിനാവശ്യമില്ല. ഞാൻ വീട്ടിലുള്ള ദോശമാവ് വെച്ചിട്ടാണ് ഈ ജിലേബി ഉണ്ടാക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടരുത്, സ്വാദിന് വല്ല വ്യത്യാസം ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. ടേസ്റ്റൊക്കെ അടിപൊളിയാണ്, സ്വതയുള്ള ജിലേബി പോലെ തന്നെയാണ്. പക്ഷേ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് മാത്രം. അപ്പം മറ്റുള്ള ക്വിക്ക് ആൻഡ് ഈസി സ്വീറ്റ്സ് റെസിപ്പി മുന്നേ പോസ്റ്റ് ചെയ്ത പോലെ തന്നെയുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ജിലേബി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ ജിലേബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ദോശമാവ് എടുക്കാം. ഇത് അധികം ലൂസല്ലാത്ത ഒരു ദോശമാവാണ്, ഒരുവിധം കട്ടിയുണ്ട്. കുറച്ച് കട്ടിയുള്ളത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഓരോരുത്തരുടെ കയ്യിലുള്ള ദോശമാവിനനുസരിച്ചിട്ട് എത്രയാണ് വെള്ളം ചേർക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പം ഇങ്ങനെയാണുള്ളത്. നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ വിഴുന്നുണ്ട്, പക്ഷേ ദോശ ഒഴിക്കുമ്പോൾ ഒഴുകണ പോലെ അങ്ങനെ ഒഴുകണില്ല. കണ്ടില്ലേ? ഇതാണ് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി. ഇനിയിപ്പോൾ അഥവാ ഇതിങ്ങനെയല്ല, ഇതിൽ ലൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു കുറച്ച് മൈദയോ അല്ലെങ്കിൽ ആട്ടയോ ഏതായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുത്താൽ മതി. അത് ഓരോരുത്തരുടെ മാവിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട്. ബേക്കിംഗ് സോഡ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു തുള്ളി ഓറഞ്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഇപ്പം ഇതിലിപ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനത് ചേർത്തു എന്ന് മാത്രം. ഫുഡ് കളർ ഇല്ലാതെയും ചെയ്യാം. ഇനി ഫുഡ് കളർ ഒരു തുള്ളി ഇടുന്നതിൽ മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറവ്, ഒരു ഇത്തിരി. ഇതിപ്പോൾ അത്രയല്ലേ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് മുന്തി നിൽക്കാൻ പാടില്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി. ഇതിപ്പോൾ വെളുവെളുങ്ങനെയാണ് ഇതിൽ നോക്കുമ്പോൾ ഉള്ളത്, പക്ഷെ ശരിക്കും ഇതൊരു ലൈറ്റ് ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര, അതിൽ ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് പഞ്ചസാര നല്ലോണം ഇതിൽ മിക്സ് ചെയ്യണം. ഒരു തിക്കായിട്ടുള്ളൊരു പഞ്ചസാര പാനിയാണ് നമുക്കിപ്പോൾ കിട്ടുക. നമ്മുടെ ഈ മിക്സ് ഞാനിത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ മൂടി ഇങ്ങനെയാണ്. ഇതിലിതാ ഇത്രയും വലിയൊരു ദ്വാരമാണുള്ളത്. ഇത് നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ പാത്രത്തിലേക്ക് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ഈ പാത്രം എനിക്ക് കിട്ടിയത് നമ്മുടെ ഗിറ്റ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ജിലേബി മേക്കർ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമാണ്. അപ്പോൾ ഇങ്ങനത്തെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെച്ചപ്പിൻ്റെയോ മറ്റോ അതിലേക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവറിൻ്റെ അതിൽ ചെറിയൊരു ദ്വാരം ഇട്ടിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവറായാൽ മതി. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ മിൽമയുടെ കവറോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതായാലും മതി. ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് തളിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒറ്റനൂൽ പരുവം അങ്ങനെയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം അത്രയേ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഞാനിവിടെ അടുപ്പ് ഓഫ് ചെയ്തു. ഇതിലേക്ക് ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു 4 കുങ്കുമപ്പൂവിൻ്റെ നാര് അത് അതിലിട്ട് കൊടുക്കും. ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. അതുപോലെ തന്നെ ഒരു നുള്ള് ഏലക്കായുടെ പൊടിയും, അതും ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ പതഞ്ഞ് വന്നു. അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 3/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതൊരു ഒറ്റനൂൽ പരുവത്തിലാണ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കണം, ഇല്ലെങ്കിൽ അത് ക്രിസ്റ്റലൈസ് ആയി പോവും. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. മാറ്റിയിട്ട് മൂടി വയ്ക്കാം. ഇത് അടുപ്പിലേക്ക് ഞാനൊരു ചീൻചട്ടി വയ്ക്കുകയാണ്. എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്.
നമുക്ക് ഒരു മീഡിയം ഹീറ്റിലാണ് ഇത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് നടുവെന്ന് വേണം തുടങ്ങാൻ. നടുവെന്ന് തുടങ്ങിയിട്ട് പുറത്തേക്ക് ആക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മീഡിയം ഹീറ്റിലാണ് നമ്മളിതിനെ വെക്കേണ്ടത്. അല്ലെങ്കിൽ ദോശമാവും കൂടി ആയ കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഞാനിപ്പോൾ തൽക്കാലം ഓരോന്നായിട്ടാണ് ആക്കുന്നത്. ഒന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇതിലൊരു 3 എണ്ണമൊക്കെ കൊള്ളും. ഇതിൻ്റെ ശരിയായ കളർ കാണാനായിട്ട് ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പം നല്ല ഓറഞ്ചായിട്ട് കാണണില്ലേ? ഇത് ഇങ്ങനെ തൊടുമ്പോൾ ഏകദേശം കുറച്ച് ക്രിസ്പിയായി തോന്നുമ്പോൾ ഇതിനെ ഇങ്ങനെ മറിച്ചിടാം. ഇപ്പം അഥവാ നിങ്ങളാക്കുമ്പം അത് മാവ് വളരെ ലൂസായിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മൈദ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അപ്പം തന്നെ ഉണ്ടാക്കാം. അപ്പം ആദ്യം എന്താ പറയുക, ഒരു ട്രയൽ പോലെ ഒന്നിനെ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം കറക്റ്റായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ മിക്സ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അത് മറക്കാനേ പാടില്ല. ഇനി നമുക്കിതിനെ ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഞ്ചസാര പാനിയിൽ ഒരു 30 സെക്കൻഡ്സ്, 2 സൈഡും ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ വെച്ചാൽ മതി. ഇത്രയും കഴിഞ്ഞാൽ ഇതിനെ ഇതുപോലെ ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എക്സസ് ആയിട്ടുള്ള പഞ്ചസാരയൊക്കെ പോകാനായിട്ടാണ്. ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമ്മൾ മറ്റേ എന്താ പറയുക, ജിലേബി അതിൽ പിഴിഞ്ഞ് ഇങ്ങോട്ട് ഇതിലിടുമ്പോഴേക്കും അടുത്തത് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മുടെ ക്രിസ്പി ജിലേബി നമ്മുടെ ദോശമാവ് കൊണ്ട് നമ്മൾ റെഡിയാക്കി. ഞാനപ്പം ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. ഇത്തവണ ഒരു 2-3 എണ്ണ ഇതിലുണ്ടാക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നടുവിന്ന് തുടങ്ങുക, പുറത്തേക്ക് വൈഡായിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് അതിൻ്റെ ലാസ്റ്റ് വാല് ഉള്ളിലേക്ക് ആക്കിയിട്ട് അതവിടെ ഒട്ടി നിൽക്കണം. പിന്നെ എത്ര വൈഡായിട്ട് നമ്മളാക്കിയാലും അത് ചുരുണ്ട് ഉള്ളിലേക്ക് എന്തായാലും വന്ന് ആ ഒരു ഷേപ്പ് ആയിക്കോളും. അതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ ആദ്യം അത് താഴേക്ക് പോവും, അതിന് ശേഷം ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴാണ് മുകളിലേക്ക് വരിക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ പഞ്ചസാരപ്പാവ് അഥവാ നമ്മളിത് ഓരോന്നായിട്ട് ഉണ്ടാക്കി വരുമ്പോഴേക്കും കട്ടയാവാൻ തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അടുപ്പിൽ കുറച്ച് നേരം വെച്ചാൽ മതി, അത് വീണ്ടും ലൂസായിക്കോളും. ഞാനിപ്പോൾ ഇത് രണ്ടും അടുത്തടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒന്ന് പാവലിടുമ്പോഴേക്കും അത് എടുത്ത് കളയുമ്പോഴേക്കും അടുത്തതിന് വരാനായിട്ടുണ്ടാവും. ഒരു വൈഡായിട്ടുള്ളൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ജിലേബികളൊക്കെ റെഡിയാക്കാം. നിങ്ങളും നിങ്ങളുടെ ദോശമാവ് ഉപയോഗിച്ചിട്ട് ഈ ജിലേബി ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്, എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. വിഷ് യു വെരി ഹാപ്പി ദിവാലി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.